ഹായ് കൂട്ടുകാരെ, ഒത്തിരി നാളായി നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കാരണം ഇവിടുത്തെ ജോലി തിരക്കും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒന്നിനും സമയമില്ലായിരുന്നു. ഇന്നലെ ഞാൻ അവിടുത്തെ നമുക്ക് പാർക്കിംഗ് കിട്ടിയില്ല. അതുകൊണ്ട് ആ കമ്പനിയുടെ ഫ്രണ്ട് കണ്ടോ, ഗേറ്റ് ചെയ്തു ഇവിടെ കിടക്കും എൻ്റെ വണ്ടി. ഈ ഒരവസ്ഥയിൽ വന്ന് ഇവിടെ കിടക്കേണ്ട വന്നു. കണ്ടോ, ഇവിടെ ഇപ്പോൾ ഈ സമയമായതുകൊണ്ട് മരത്തേരങ്ങും ഒരു ഇതില്ല, തണുപ്പായതുകൊണ്ട് നല്ല തണുപ്പുമാണ് ഇപ്പോൾ ഇവിടെ. ഇന്നലെ ഇവിടെ വന്ന് കിടന്നതാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ 8 മണിക്ക് ഇത് ഓപ്പൺ ചെയ്യത്തുള്ളൂ. പിന്നെ അവരോട് ഞാൻ ചോദിച്ചു. അപ്പം അവിടെ ഒരു ഇതുണ്ട് കണ്ടോ, ആ സ്ഥലം കണ്ടോ, അവിടെ പക്ഷേ പ്രൈവറ്റ് ഏരിയ ആയതുകൊണ്ട് അവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അവരത് അനുവദിക്കത്തില്ല. അപ്പം ഞാൻ പിന്നെ ഇറക്കേണ്ട സ്ഥലത്ത് കമ്പനിയോട് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു ഈ വാതിക്കെ കിടന്നു, എന്നിട്ട് നാളെ രാവിലെ എടുത്ത് വണ്ടിയും കയറ്റിയാമെന്ന് പറഞ്ഞു. ഇവിടെ ഓരോ കമ്പനികൾ, ഇതെല്ലാം കമ്പനികൾ കേട്ടോ. ഇത് ഞാൻ വന്ന കമ്പനിയാണ് ഫിഷർ പ്രൊഫൈൽ എന്ന് പറഞ്ഞ കമ്പനി. ടാറ്റാ സ്റ്റീലിൻ്റെ എൻട്രൈസാണിത്. ഈ ഷീറ്റ് ഉണ്ടാക്കുന്ന, അതായത് നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ മുകളിൽ വെക്കുന്ന ഷീറ്റില്ലേ, അതുണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പോൾ ഇന്നലെ രാവിലെ ഇവിടെ വന്ന് കിടന്നതാണ്. ഒറ്റപ്പെട്ടി ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയാണ്, ആരുമില്ല. ഇതൊക്കെയാണ് ട്രക്ക് ലൈഫ് എന്ന് പറയുന്നത്. എല്ലാവരും വിചാരിക്കും ട്രക്ക് ലൈഫ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതാണ്. പക്ഷേ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല ഈ ജീവിതം. ഇതാണ് എൻ്റെ വണ്ടി. ട്രക്ക് ലൈഫ് എന്ന് പറയുന്നത് ഒരു വേറെ ജീവിതമാണ് സത്യം പറയുന്നത്. അതൊരു എല്ലാവരും വിചാരിക്കുന്നില്ല. എല്ലാവരും വിചാരിക്കും യൂറോപ്പിലോട്ട് കയറി വന്നാൽ നല്ല ഇതാണ്. പക്ഷേ വന്നാൽ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. പിന്നെ മറ്റുള്ള സ്ഥലം പോലല്ല. ഇപ്പോൾ പോണ്ടിലൊക്കെ നിയമങ്ങൾ മാറി. ഇപ്പോൾ 2 മാസം നമുക്ക് നാട്ടിൽ നിൽക്കാനുള്ള പറ്റത്തില്ല, 2 മാസം ഇവിടെ ഇറങ്ങിയിരിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈയിടെ എൻ്റെ ഒരു കൂട്ടുകാരന് ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിട്ട് അവരും, അതായത് നമ്മളിവിടെ TRCക്ക് കൊടുക്കുമ്പം നമ്മുടെ ഡിസിഷൻ മാറേണ്ടതും പല കാര്യങ്ങളുണ്ട്. ഇതൊന്നും ആരും ശ്രദ്ധിക്കാതെ നാട്ടിലോട്ട് പോകും. എന്നിട്ട് പിന്നെ തിരിച്ചിറങ്ങാൻ വയ്യാത്തൊരവസ്ഥയിൽ കിടന്ന് പ്രയാസപ്പെട്ട് വരും നമ്മൾ. കാരണം ഒരിക്കലും നമുക്ക് കിട്ടാത്തൊരവസരമാണിത്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ പുറത്ത് നിൽക്കാൻ വയ്യ, അധികം നല്ല തണുപ്പാണ്. ഒരുപാട് നാളെ ഞാൻ വീഡിയോ ഇട്ടിട്ട് എനിക്കറിയാം. പിന്നെ ഇപ്പോഴത്തെ പോളിൽ കുറേ നിയമങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ TRCയുടെ കാര്യത്തിലായാലും നമ്മൾ TRC ഇവിടെ ജോലി ചെയ്യുന്നവരായാലുമേ TRCയും കാര്യങ്ങളും എല്ലാം കറക്റ്റാക്കിയിട്ട് പോകാവും കേട്ടോ. അതിൻ്റെ ഡിസിഷൻ, അതിൻ്റെ പേപ്പറുകൾ, ഈ വക്കീലുമാർ പറയുന്ന കേട്ട് വിശ്വസിച്ച് നമ്മൾ നാട്ടിലോട്ടൊന്നും പോകാൻ നോക്കരുത്. പോകാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് അവന് തിരിച്ചിറങ്ങാൻ വയ്യാത്തൊരവസ്ഥയുണ്ടായി. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. ആരും നാട്ടിൽ പോകുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ നമ്മുടെ പേപ്പറുകൾ മൊത്തം കറക്റ്റായിരിക്കണം. അത് യൂറോപ്പിൽ ജോലി ചെയ്യുന്ന എല്ലാ ഡ്രൈവർമാരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ 2 മാസത്തേക്കുള്ളിൽ കമ്പനി ടാക്സ് അടച്ചില്ലെങ്കിൽ നമുക്ക് തിരിച്ച് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പം നിയമങ്ങളൊക്കെ ഭയങ്കര കർശനമാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ആരും എടുത്ത് ചാടി പോയിട്ട് കാര്യങ്ങളൊന്നും ചെയ്ത് കുഴയ്ക്കരുത്. കാരണം നമുക്കിതുപോലുള്ള അവസരം ജീവിതത്തിൽ കിട്ടത്തില്ല. പിന്നെ നാട്ടിൽ പോയിട്ട് വേറെ വിസ അടിച്ച് വരുമോ എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതിനൊക്കെ ഒരുപാട് സമയം എടുക്കും. ഇപ്പോൾ VSP ഡേറ്റ് കിട്ടുന്നില്ല, ഡേറ്റ് കിട്ടണ തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ജോലി ചെയ്യുന്നവരും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 3 വർഷം കഴിഞ്ഞു. പക്ഷേ ഇപ്പം പേപ്പർ വർക്കുകളാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതില്ലാതെ ഒന്നും ആരും നാട്ടിലോട്ട് പോകരുത്. TRCക്ക് ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പോവും. നമ്മളൊരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലോട്ട് മാറുമ്പം ആ കമ്പനിയുടെ അഡ്രസ്സിലേക്ക് നമ്മുടെ TRC മാറ്റിയിരിക്കണം. അല്ലാതെ ഒരിക്കലും നമ്മൾ മാറ്റാതെ നാട്ടിൽ പോവുകയോ ഒന്നും ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു പ്രശ്നമാണ്. പിന്നെ തിരിച്ച് വന്നിറങ്ങുമ്പോൾ അവർ ചോദിക്കും, അപ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, നമ്മുടെ ജോലി നമ്മുടെ പ്രധാനമാണ്.
അതെല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ, ഇതെല്ലാവരെയും നല്ലപോലെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.